بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا إن الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, അതിശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നായ ദുൽഖഅദ മാസത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്
യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പലരും അവിടെ എത്തിക്കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി ഒരുങ്ങിത്തിരിച്ചവർക്ക് മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ. ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തന്ന ഒരു കർമ്മമാണ് ബലികർമ്മം അഥവാ ഉലുഹിയ്യത്ത് എന്ന് നാം പറയുന്ന മഹനീയമായ ഒരു കർമ്മം. ആ ഒരു കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ സമയം. നമുക്കറിയാം, ഏതൊരു സമൂഹത്തിലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബലികർമ്മം നമുക്ക് കാണാൻ കഴിയും. ദൈവേതര ശക്തികളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ, അതേപോലെ അല്ലാഹു അല്ലാത്ത പലർക്കും വേണ്ടി ബലി നൽകപ്പെടുന്ന അവസ്ഥ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാനാകും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ പരിശുദ്ധമായ നിലക്കാണ് ഇസ്ലാം ബലികർമ്മത്തെ നിയമമാക്കിയിട്ടുള്ളത്. ബലി നടത്തപ്പെടുമ്പോൾ ആ ഉരുവിന്റെ മാംസമല്ല യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് എത്തുന്നത്, അതല്ലെങ്കിൽ ആ ഉരുവിന്റെ രക്തമല്ല അല്ലാഹു ആഗ്രഹിക്കുന്നത്. മറിച്ച് മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള സൂക്ഷ്മതാബോധമാണ്, മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള തഖ്വയാണ് അല്ലാഹു ബലികർമ്മത്തിലൂടെ ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരായ ആളുകൾ ബലി നടത്താറുണ്ടായിരുന്നു. അങ്ങനെ അവർ ബലി നടത്തുമ്പോൾ, ബലി നടത്തിക്കഴിഞ്ഞാൽ ആ ഉരുവിന്റെ മാംസവും രക്തവും ഒക്കെ പരിശുദ്ധ കഅബാലയത്തിന്റെ ചുമരുകളിലേക്ക് അവർ എറിഞ്ഞു പിടിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം അവർ മനസ്സിലാക്കിയത് രക്തത്തിന് ദാഹിച്ചത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലി നിയമമാക്കിയത് എന്ന്, മാംസത്തിന് വിശന്നത് കൊണ്ടാണ് അല്ലാഹു ബലി നിയമം പഠിപ്പിച്ചത് എന്ന് തെറ്റിദ്ധരിക്കുകയും അല്ലാഹുവിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത നിലക്കുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം ഈ മഹനീയമായ കർമ്മത്തിന്റെ താല്പര്യമെന്ത് എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഒരിക്കലും അല്ലാഹു ഈ നിലക്കുള്ള കാര്യങ്ങളല്ല ബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബലി ഒരു ത്യാഗമാണ്. മനുഷ്യന്റെ ത്യാഗ മനസ്ഥിതിയാണ് ബലിയിലൂടെ അല്ലാഹു പരീക്ഷിക്കുന്നത്. അത് നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ തേട്ടമാണ് അല്ലാഹു പരിഗണിക്കുന്നത്. അതുകൊണ്ട് നബിയെ ആ ജനങ്ങളോടങ്ങ് പറയണം, അല്ലാഹു ഒരിക്കൽ അല്ലാഹുവിലേക്ക് നിങ്ങൾ ബലി നടത്തുന്ന ഉരുവിന്റെ മാംസം എത്തുകയില്ല ജനങ്ങളെ, അതിന്റെ രക്തമെത്തുകയില്ല ജനങ്ങളെ, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള തഖ്വയാണ് അവങ്കലിലേക്ക് എത്തുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം എന്ന അധ്യാപനത്തിലൂടെ ഈ സുന്ദരമായ കർമ്മത്തെ എല്ലാവിധ ശിർക്കൻ വിശ്വാസങ്ങളിൽ നിന്നും പരിശുദ്ധീകരിച്ചുകൊണ്ട് ഇസ്ലാമിന് അല്ലാഹുവിന്റെ പ്രവാചകനിലൂടെ നിയമമാക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ബലിയറുക്കുന്ന സമയത്ത് ഒരു മുസൽമാൻ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ ബലി നടത്തുന്നത് അല്ലാഹുവിന്റെ പ്രീതിക്ക് മാത്രമായിരിക്കണം. റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഒരു സത്യവിശ്വാസി ബലിയർപ്പിക്കേണ്ടത്, ബലി നടത്തേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം വളരെ ഗൗരവത്തോടുകൂടെ ജനങ്ങളോട്, സമൂഹത്തോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 162-163 വചനങ്ങളിലൂടെ. എന്നാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നബിയെ അങ്ങ് പറഞ്ഞേക്കണം ജനങ്ങളോട്, വളരെ ഗൗരവമാണ് വിഷയം. ഖുൽ, അങ്ങ് പ്രഖ്യാപിക്കണം നബിയെ, എന്ത്? ഇന്ന സ്വലാത്തി, നിശ്ചയമായും എന്റെ നമസ്കാരവും, വനുസുകി, എന്റെ ബലികർമ്മമടക്കമുള്ള സർവ ആരാധനാ കർമ്മങ്ങളും, വമഹ്യായ,
എന്റെ ജീവിതവും വമമാതി എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. എന്റെ നമസ്കാരം എന്റെ റബ്ബിന്റെ പ്രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ബലികർമ്മം കൊണ്ട് ഞാൻ എന്റെ റബ്ബിന്റെ പ്രീതി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം എന്റെ റബ്ബിങ്കലേക്കാണ് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരും ഇല്ല തന്നെ. എന്റെ നാഥന് പങ്കാളികളില്ല, അവന് ശരീക്കുകളില്ല. വബിദാലിക ഉമിർതു, അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനുമാകുന്നു. റബ്ബിന്റെ ഏത് നിയമങ്ങൾ പാലിക്കുന്ന വിഷയത്തിലും ഞാൻ ഒന്നാമനാണ്. എല്ലാ കാര്യങ്ങളിലും ഞാൻ മുമ്പേ നടക്കുന്നവനാണ്. ഈ കാര്യമാണ് നബിയെ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത്? ബലികർമ്മവും നമസ്കാരവുമെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടേ ഒരു മുസൽമാൻ നിർവഹിക്കാവൂ. റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടേ നിർവഹിക്കാവൂ. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ആ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യം, നമ്മൾ നമസ്കരിക്കുന്നത് റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചിട്ടല്ലേ? അല്ലാഹു അല്ലാത്ത ഒരൊറ്റ ആൾക്ക് വേണ്ടിയും നമ്മൾ നമസ്കരിക്കാറില്ലല്ലോ. അതുപോലെ ആ നമസ്കാരത്തിന്റെ കൂടെ അല്ലാഹു ചേർത്തി പറഞ്ഞ കാര്യമാണ് ബലികർമ്മം. എന്താ അവിടെ അല്ലാഹു പറഞ്ഞത്? ഫസല്ലി ലിറബ്ബിക വൻഹർ, ഓ നബിയേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം നബിയേ. അത് പറഞ്ഞിട്ട് അതിനോട് ചേർത്തി പറയുന്നു വൻഹർ, നിങ്ങൾ ബലി നൽകേണ്ടതും നിങ്ങളുടെ റബ്ബിന് തന്നെ. അപ്പൊ മുസ്ലിം ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമസ്കാരം പോലെ ബലിയും അള്ളാന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടേ ചെയ്യാവൂ, റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടേ ചെയ്യാവൂ. 5 നേരങ്ങളിൽ ഒരു മുസൽമാൻ എടുക്കുന്ന പ്രതിജ്ഞയും അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, നമസ്കാരത്തിലേക്ക് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നിന്ന് കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നതിന് മുൻപേ നമ്മൾ ചൊല്ലുന്ന ദുആഉൽ ഇസ്തിഫ്താഹ്, അതായത് പ്രാരംഭ പ്രാർത്ഥന, ആ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? എന്താ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. ആരിലേക്ക്? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച റബ്ബിങ്കലേക്ക്. വക്രതയില്ലാതെ മുസ്ലിമായി ഋജുമാനസ്കനായി എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ബഹുദൈവ ആരാധകനിൽ പെട്ടവനല്ല. എന്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നത് എന്റെ നമസ്കാരവും ബലികർമ്മമടക്കമുള്ള എന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും ഈ ലോകത്തെ പരിപാലിക്കുന്ന റബ്ബിന് വേണ്ടിയാണ് ഞാൻ നിർവഹിക്കുന്നത്. അതാണ് എന്റെ റബ്ബനോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിൽ പങ്കുകാരെ നിശ്ചയിക്കുകയില്ല. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവൻ തന്നെ. 5 നേരങ്ങളിൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ട് അതാ പ്രതിജ്ഞ പുതുക്കുകയാണ്. അല്ലാ, നിനക്ക് വേണ്ടിയാണ് നമസ്കാരം, നിനക്ക് വേണ്ടിയാണ് ബലി, നിനക്ക് വേണ്ടിയാണ് ആരാധനകൾ അഖിലവും. ഇത്രയും ഗൗരവപരമായി പഠിപ്പിച്ച മറ്റൊരു വിഷയമുണ്ടോ? പക്ഷേ എങ്കിലും നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങൾ തന്നെ ഈ പ്രതിജ്ഞക്ക് എതിരെ ചെയ്യാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ തന്നെ ഈ പ്രതിജ്ഞ ലംഘിക്കാൻ തുടങ്ങി. 5 നേരം നമസ്കരിച്ചു വജ്ജഹത്ത് ഓതുന്ന ഒരു മുസൽമാൻ, അവന് അല്ലാഹുവിനല്ലാതെ അറുക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ പേരുച്ചരിക്കാതെ അവന് അറിവ് നടത്താൻ പറ്റുമോ? ദൈവേതര ശക്തികൾക്ക് മുമ്പിൽ അവന് ബലി നൽകാനാകുമോ? പക്ഷേ ഈ ഒരു ഗൗരവപരമായ വിഷയം പാടെ അവഗണിക്കുകയും മുസ്ലിമീങ്ങളിൽ തന്നെ പലരും പല കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി ബലി നടത്തുന്നില്ലേ? പല ബലിക്കല്ലുകളിലും മുരുവിനെ കൊണ്ടുപോയി അവര് രക്തം ചിന്തുന്നില്ലേ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള ദർഗകളിൽ അതാ മുസ്ലിം നാമധാരികൾ കൊണ്ടുപോയിട്ട് ആടിനെ അറവ് നടത്തുന്നു, ആടിനെ ബലി നടത്തുന്നു. എന്താ ഉദ്ദേശം? ഈ ഖബറിന്റെ ഈ ദർഗയുടെ പരിസരത്ത് വെച്ച് ഞാൻ ബലി നടത്തി കഴിഞ്ഞാൽ ഈ ഖബറിൽ കിടക്കുന്ന മഹാനത അറിയുന്നുണ്ട്.
ഒരുപക്ഷെ ബലി നടത്തുമ്പോൾ ബിസ്മി ചൊല്ലിയാണ് അവൻ അറുക്കുന്നതെങ്കിലും ഖബറിന്റെ പരിസരത്ത് എന്തിനാ അവൻ അറുത്തത്? എന്തിനാ ഖബറിങ്കിലേക്ക് അവൻ ഒഴിഞ്ഞിട്ടത്? എന്തിനാണ് അവിടെ കൊണ്ടുപോയി അവൻ അറിവ് നടത്തിയത്? അവന്റെ മനസ്സിലെ വികാരം, ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ എന്റെ അറിവ് കാണുന്നുണ്ട്, ഇവിടെ വെച്ച് അറുത്താൽ ഈ മഹാന് ഇഷ്ടമാണ്, അങ്ങനെ ഈ മഹാനെ പ്രീതിപ്പെടുത്തിയാൽ എന്റെ കാര്യം ആ മഹാന് നേടിത്തരും എന്ന നിലക്ക് തന്നെ എത്ര ഖബറുകളുടെ അരികിലാണ് അറിവ് നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഉള്ളാള് സയ്യിദ് മദനിയുടെ പ്രീതിക്ക് വേണ്ടി ഒഴിഞ്ഞിട്ട ആടുകളെ അറുക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പല ശുഹദാക്കൾക്കും വേണ്ടി അറിവ് നടക്കുന്നുണ്ട്. ഓരോ വർഷവും ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോൾ ബദരീങ്ങൾക്ക് വേണ്ടി അറിവ് നടത്തുന്നുണ്ട്. നോക്കൂ, പറ്റുമോ എന്റെ പ്രിയപ്പെട്ടവരെ? ഈ പ്രതിജ്ഞയെടുത്ത മുസൽമാൻ അത് നിർവഹിക്കാനാകുമോ? അതുകൊണ്ട് അള്ളാന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ അറിവ് നടത്താൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. ഏതുവരെയെന്നോ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നത് പോയിട്ട് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തിയ ഉരുവിന്റെ മാംസം പോലും ഒരു മുസൽമാന് ഭക്ഷിക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എന്റെ വിനീതരെ, അതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നത് നിഷിദ്ധമായ ഭക്ഷണങ്ങളാണ്, ഒരു മുസ്ലിമിന് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളാണ്. ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ? ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീരി വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് ജനങ്ങളെ. അൽ മൈതത്തു, മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ശവം തിന്നാൻ പാടുള്ളതല്ല, ശവം ഭക്ഷിക്കാൻ പാടില്ല. ശാസ്ത്രം അതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ശവം തിന്നാൻ പാടില്ല, ശവം തിന്നാൽ അതുകൊണ്ട് ശാസ്ത്രീയമായി ഉണ്ടാകുന്ന ഒരുപാട് തകരാറുകൾ പറയുന്നുണ്ട്. ശാസ്ത്രം എന്തു പറയട്ടെ, എന്തു പറയാതിരിക്കട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശവം അവന് തിന്നുകൂടാ, റബ്ബിന്റെ വിലക്കാണ്. രണ്ടാമത് ഖുർആൻ പറഞ്ഞു വദ്ദമോ, രക്തവും നിങ്ങൾക്ക് കുടിച്ചുകൂടാം, രക്തം കുടിക്കാൻ പാടില്ല. മൂന്നാമത് ഖുർആൻ പറഞ്ഞു വലഹമുൽ ഖിൻസീർ, പന്നിയുടെ മാംസം നിങ്ങൾക്ക് നിഷിദ്ധമാണ് ജനങ്ങളെ, അത് നിങ്ങൾ ഭക്ഷിക്കരുത് മുസ്ലിമീങ്ങളെ. പന്നി തിന്നാലുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് ശാസ്ത്രത്തിന് പലതും പറയാനുണ്ട്. പക്ഷേ നമ്മൾ ശാസ്ത്രമല്ല പരിഗണിക്കുന്നത്, അള്ളാഹുവിന്റെ നിയമമാണ്. ഒരു മുസൽമാൻ അത് തിന്നുകൂടാ. നാലാമത് ഖുർആൻ പറഞ്ഞത് വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തപ്പെട്ട ഉരുവിന്റെ മാംസം നിങ്ങൾക്ക് തിന്നാൻ പാടുള്ളതല്ല, അത് ഹറാമായ ഭക്ഷണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കുന്ന സമീപനം, അങ്ങനെ അറുത്ത ഒരു ഉരുവിന്റെ മാംസം നിങ്ങൾ ബിസ്മി ചൊല്ലിയാണ് തിന്നുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് ഭക്ഷിക്കാൻ പാടില്ല, ഹറാമായ കാര്യമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ മുശ്രിക്കീങ്ങളായ ആളുകൾ, ബഹുദൈവാരാധകർ, അവരുടെ ദൈവങ്ങളുടെ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് ഉരുവിനെ അറുക്കമായിരുന്നു. അതിനുള്ള ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു, അതിനുള്ള ബലിക്കല്ലുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇസ്ലാം ഗൗരവപരമായി പഠിപ്പിച്ചു പാടില്ല, മുസ്ലിമിനെ ആ നിലക്ക് അറുത്ത ഒരു ഉരുവിന്റെ ഭക്ഷണം തിന്നുകൂടാ. മാത്രമല്ല, അല്ലാഹു അല്ലാത്ത അവരുടെ ദൈവങ്ങളുടെ പേരിൽ, പടച്ച തമ്പുരാന് പുറമെ അവർ സങ്കല്പിച്ചുണ്ടാക്കിയ ദൈവങ്ങളുടെ പേരിൽ ഒഴിഞ്ഞിട്ട പ്രത്യേകമായ നേർച്ചയാക്കിയ മൃഗങ്ങൾ വരെ മക്കത്തുണ്ടായിരുന്ന ബഹുദൈവാരാധകർക്കുണ്ടായിരുന്നു. അതിനവര് പ്രത്യേകമായ നാമങ്ങളും നൽകിയിരുന്നു, പ്രത്യേകമായ പേരുകൾ ഇട്ടിരുന്നു. എന്തൊക്കെയായിരുന്നു അവരിട്ട പേരുകൾ? ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ്, ഇതൊക്കെ ചില മൃഗങ്ങളുടെ പേരുകളായിരുന്നു. ഏത് മൃഗങ്ങൾ? അവരുടെ ദൈവങ്ങളുടെ പേരിൽ അവർ നേർച്ചയാക്കിയ മൃഗങ്ങളുടെ പേരുകൾ അള്ളാഹു വളരെ വ്യക്തമായി ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഇങ്ങനെ ഈ പേരിടുന്ന, ഇങ്ങനെ ദൈവങ്ങളുടെ പേരിൽ നേർച്ചയാക്കുന്ന ഒരു സമ്പ്രദായം, ഇങ്ങനെ ഒരു പേര് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല കേട്ടോ നബിയെ. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞേക്കണം, ഇതിനോടൊന്നും ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ വഅക്തറുഹും ലാ യഅഖിലൂൻ. മാ ജഅലല്ലാഹ്, അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ല, മിൻ ബഹീറ, ഒരു ബഹീറത്തിനെയും അല്ലാഹ് നിശ്ചയിച്ചിട്ടില്ല,
വലാ സായിബത്തിൻ, ഒരു സായിബത്തിനെയും റബ്ബ് നിശ്ചയിച്ചിട്ടില്ല. വലാ വസീലത്തിൻ, ഒരു വസീലത്തിനെയോ, വലാ ഹാമിൻ, ഒരു ഹാമിനെയോ ഒന്നും അല്ല നിശ്ചയിച്ചതല്ല. ഇതൊക്കെ ജനങ്ങൾ കെട്ടിയുണ്ടാക്കിയ കഥകളാണ്. അതുകൊണ്ട് അതിനോടൊന്നും ഇസ്ലാമിന് ബന്ധമില്ല, മുസ്ലിമിന് ബന്ധമില്ല. തീർത്ത് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തൽ നിഷിദ്ധമാണ്. ഏതുവരെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിന്റെ റസൂല് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുന്നതിന്റെ ഗൗരവം പറഞ്ഞത് ഇങ്ങനെയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതാ നമ്മളോട് പറയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ എന്നോട് വിരോധിച്ചിരിക്കുന്നു. 4 കാര്യങ്ങൾ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ 4 കാര്യങ്ങളെന്നോ? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദ്ദസനി ബികലിമാത്തിൻ 40. 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ 4 കാര്യങ്ങളെന്നോ? ഒന്നാമത് അവിടുന്ന് പറഞ്ഞു, ലഅനല്ലാഹു മൻ ലഅന വാലിദഹു. അതാ തന്റെ ഉപ്പയെ, തന്റെ മാതാവിനെ, തന്റെ പിതാവിനെ പോറ്റി വളർത്തിയ ഉമ്മയെയും ഉപ്പയെയും ശപിക്കുന്ന ഒരു മകനില്ലേ, ശപിക്കുന്ന മകളില്ലേ, ശപിക്കുന്ന മക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാ. മാതാപിതാക്കളോട് ശാപവാക്ക് പറയുന്നവനെ അല്ല ശപിച്ചിരിക്കുകയാണ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, വലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവനില്ലേ, അത് ആരുടെ പേരിൽ അറുത്താലും, ഏത് മഖ്ലൂക്കിന്റെ പേരിൽ അറുത്താലും, ഏത് വിഗ്രഹത്തിന്റെ പേരിൽ അറുത്താലും, ഏത് ദൈവങ്ങളുടെ പേരിൽ അറുത്താലും, ഏത് ബലിക്കല്ലിൽ കൊണ്ടുപോയി രക്തം ചിന്തിയാലും അല്ലാഹു അല്ലാത്തവരുടെ പേരിലാണോ അവനെയും അല്ല ശപിച്ചിരിക്കുന്നു. 2. മൂന്നാമതായി റസൂലുള്ളാഹി പറയുന്നു, വലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസാ. അനാചാരം ചെയ്യുന്നവന്, അഭയം നൽകുന്നവനെയും അല്ല ശപിച്ചിരിക്കുകയാണ്. 4. അവിടുന്ന് പറഞ്ഞു, വലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർളി. ഭൂമിയിലെ അതിരുകളൊക്കെ മാറ്റിത്തറച്ചിട്ട്, തന്റെ അതിരൊന്ന് മാറ്റിത്തറച്ചിട്ട് സദാ സഹോദരന്റെ സ്വത്തിൽ നിന്ന്, അവന്റെ ഭൂമിയിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി അതിര് തിരക്കുന്നവരില്ലേ, ഭൂമിയുടെ അതിരുകൾ മാറ്റുന്നവരില്ലേ, അവരെയും അല്ല ശപിച്ചിരിക്കുകയാണ്. ഈ 4 ശാപങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച കാര്യമാണ് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നവരെ ആട്ടി അകറ്റപ്പെട്ടിരിക്കുകയാണ്. റബ്ബിന്റെ കാരുണ്യം അവർക്കില്ല, റബ്ബിന്റെ പരിഗണന അവർക്കില്ല, റബ്ബ് അവരെ യാതൊരു നിലക്കും പരിഗണിക്കില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ആശയം. അപ്പൊ അല്ലാഹു അല്ലാത്തവർക്ക് അറുക്കാൻ പാടില്ല. ഏതുവരെന്നറിയോ? നമ്മൾ അറുക്കുന്നത് അല്ലാഹ്ക്ക് എന്നാ ശരിക്കും മനസ്സിലാക്കണം. ഇത് നമ്മൾ പഠിക്കേണ്ട ആദർശമാണ്. നമ്മൾ അറുക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടി തന്നെയാ. നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടു അറുക്കുന്നത്, പക്ഷേ നമ്മൾ അറുക്കുന്ന സ്ഥലം അത് നല്ലതല്ല. എവിടെ നമ്മൾ അറുക്കുന്നത്? അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന ഒരു സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു ബലിക്കല്ലിൽ, അങ്ങനെയുള്ള ഒരു ബലിപീഠത്തിൽ, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അറുക്കുന്നു. അല്ലാഹ്ക്ക് വേണ്ടി പാടില്ല, പാടില്ല, പാടില്ല എന്നാ ഇസ്ലാം പറഞ്ഞത്. പാടില്ലെന്നാ ഇസ്ലാം പറഞ്ഞത്. അത്ര പോലും മറ്റുള്ള ആദർശങ്ങളോട് ബന്ധപ്പെടുകയോ സാദൃശ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ലെന്നത് ഇസ്ലാമിന്റെ കർശനമായ നിയമമാണ്. അതൊരു തീവ്രവാദമല്ല, അതൊരു മതസങ്കുചിത ചിന്തയല്ല, മറിച്ച് ഇസ്ലാമിന്റെ പ്രപഞ്ചനാഥന്റെ കണിശമായ നിയമം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. മറ്റുള്ള മത സഹോദരങ്ങളുടെ മതചിഹ്നങ്ങളെ അനാദരിക്കാൻ പാടില്ല. മറ്റുള്ള മതങ്ങളുടെ അതല്ലെങ്കിൽ മറ്റുള്ള മത സഹോദരങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയാൻ പാടില്ല. മറ്റുള്ള മതങ്ങളെ നിന്ദിക്കാൻ പാടില്ല, അവരെ അപമാനിക്കാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണ്, അത് മതസൗഹാർദ്ദവുമാണ്. എന്നാൽ മറ്റുള്ള മതങ്ങളുടെ ആശയങ്ങളെ കടമെടുക്കുകയോ അവരോട് സാദൃശ്യപ്പെടുകയോ ചെയ്യരുത്. ഓരോരുത്തരും തങ്ങളുടെ ആദർശമനുസരിച്ച് സമാധാനപരമായി ഒരു സമൂഹത്തിൽ ജീവിക്കണമെന്നത് പ്രപഞ്ചനാഥന്റെ ദീനായ ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട്.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓരോ മതങ്ങളുടെ തത്വങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആ മതത്തിന്റെ അനുയായികളെ സമ്മതിക്കലാണ്. അവരുടെ വിഗ്രഹങ്ങളെ, അവരുടെ ദൈവങ്ങളെ, അവരുടെ ആരാധനാലയങ്ങളെ ചീത്ത പറയുകയും തെരുവിളിക്കുകയും അത് തകർക്കുകയും ചെയ്യുന്ന സമീപനം മുസൽമാന്റെ സമീപനമല്ല. എന്നാൽ ഒരൊറ്റ മതത്തിന്റെ നിയമങ്ങളെയും കടമെടുക്കുവാനോ ആ മതത്തിന്റെ നിയമങ്ങളോട് സാദൃശ്യപ്പെടാനോ ഇസ്ലാം ഒരാളെയും സമ്മതിക്കുന്നില്ല. അത് ആദർശ പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു, ദൈവേതര ശക്തികൾക്ക് വേണ്ടി ബലി അറുക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് വെച്ച് മുസൽമാനെ നീ അറുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും നീ അവിടെ വെച്ച് അറുത്തു പോകരുത്. നോക്കൂ, ഒരു സഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വരുന്നു. നബി തങ്ങളുടെ മജ്ലിസിൽ വന്നിട്ട് സഹാബി പറയാണ് നബിയോട്, അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, നബിയേ അവിടുന്ന് പറയുന്ന കാര്യം എന്താണ്? നദർതു അൻ യൻഹറ ഇബിലൻ ബിബുവാന, ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു ഒട്ടകത്തെ ബലി നൽകാൻ നേർച്ചയാക്കിയിട്ടുണ്ട് നബിയേ. ബുവാന എന്ന് പറയുന്നത് സൗദിയിലെ ഒരു പ്രത്യേക സ്ഥലമാണ്. ആ സ്ഥലത്ത് വെച്ച് ഞാനൊരു ഒട്ടകത്തെ റബ്ബിന് വേണ്ടി ബലി നൽകണമെന്നത് ഞാൻ നേർച്ചയാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആ നേർച്ച നിർവഹിക്കട്ടെ നബിയേ. അവിടുത്തെ മജ്ലിസിൽ വന്ന് സമ്മതം ചോദിച്ചപ്പോ അതാ അള്ളാഹുവിന്റെ റസൂല് തന്റെ സഹാബാക്കളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് അവിടുന്ന് ചോദിച്ചതെന്നോ? അൽ ഫീഹാ വസനും മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുഅബദു, ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഏതെങ്കിലും വിഗ്രഹങ്ങളോ പ്രതിമകളോ ആ ബുവാനയിലുണ്ടോ അനുചരന്മാരെ? ഉടൻ തന്നെ സ്വഹാബിമാര് പറയാണ്, ഓ നബിയെ, അങ്ങനെയുള്ളൊരു ദൈവങ്ങളോ അങ്ങനെയുള്ള ആരാധ്യ വസ്തുക്കളോ ബുവാനയിൽ ഇല്ല നബിയേ. അതാ ഉടൻ തന്നെ നബി തങ്ങളുടെ അടുത്ത ചോദ്യം ഏതാണെന്നോ? ഹൽ കാന ഫീഹാ ഈദും മിൻ അയാദിഹിം, ആ സത്യനിഷേധികളുടെ മുശ്രിക്കുകളുടെ ബഹുദൈവാരാധകരുടെ വല്ല ആഘോഷങ്ങളും നടക്കുന്ന സ്ഥലമാണോ അനുചരന്മാരെ? ഉടൻ തന്നെ അതാ സ്വഹാബത്ത് പറയുന്നു, നബിയേ അവിടെ അവരുടെ ആഘോഷം നടക്കാറില്ല നബിയേ. അതാ നബി സഹാബിയോട് പറയുന്നു, എങ്കിൽ ഔഫി ബിനദിരിക, അവിടെ വെച്ച് തന്നെ നീ റബ്ബിന് വേണ്ടി അറുത്തോ, കുഴപ്പമില്ല. എന്നിട്ട് അവസാനം റസൂലുള്ള പറയാണ്, ഫഇന്നഹു ലാ വഫാഅ ബിനദിരിൻ ഫീ മഅസിയത്തില്ലാ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരു നേർച്ചയും നിർവഹിക്കേണ്ടതില്ല കേട്ടോ. വളരെ കൃത്യമായി പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? മറ്റുള്ള ആദർശങ്ങളോട് സാദൃശ്യപ്പെട്ടു പോകുന്ന നിലക്കുള്ള സമീപനം ഒരു മുസൽമാന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അത് പാടില്ല. അത് ആദർശങ്ങളോടല്ല, തോന്നിവാസം ചെയ്യുന്ന ആളുകളോട് പോലും ഒരു മുസൽമാന് സാദൃശ്യപ്പെടാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരാള് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുറച്ച് വെള്ളം അതിൽ നിറച്ചു. വെള്ളം നിറച്ചിട്ട് പച്ചവെള്ളമാണ് അതിൽ നിറച്ചു വെച്ചത്. ആ പച്ചവെള്ളം അയാള് ബിസ്മി ചൊല്ലിയാ കുടിക്കുന്നത്. പക്ഷെ ഒരു ടേബിളൊക്കെ ഇട്ട് ഒരു 4-5 ആളുകൾ ആ ടേബിളിന് ചുറ്റും ഇരുന്ന് ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളമൊഴിച്ച് അതാ ആ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചിട്ട് 4 പേരും ഒന്നിങ്ങനെ ഗ്ലാസ് ഒക്കെ ഒന്ന് മുട്ടിച്ച് മദ്യപാനി മദ്യം കഴിക്കുന്ന സ്റ്റൈലിൽ അതാ വെള്ളം കുടിക്കുന്നു ബിസ്മി ചൊല്ലി. മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, പാടില്ലേ, പാടില്ല. ഹറാമിന്റെ കുടിയാണത്, ഹറാമിന്റെ കുടിയാണത്. എന്തേ? മദ്യപാനിയോട് സാദൃശ്യപ്പെട്ടു പോയില്ലേ? മദ്യപാനിയുടെ സംസ്കാരം ഒരു മുസൽമാന്റെ സംസ്കാരമാണോ? ഷിയേസ് വിളിച്ചുകൊണ്ട് ഈ കുടി ഒരു മുസൽമാന്റെ കുടിയല്ല. കുടിക്കുന്നത് പച്ചവെള്ളമാണ്. പക്ഷേ ആദർശരംഗത്ത് വീഴ്ച സംഭവിച്ചു പോയി, ആദർശരംഗത്ത് വീഴ്ച സംഭവിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കേണ്ട കാര്യമാണ്. ഒന്നിനോടും സാദൃശ്യപ്പെട്ടുകൂടാ, ഒന്നിനോടും സാദൃശ്യപ്പെട്ടുകൂടാ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അറുക്കണം. അത് റബ്ബിന് വേണ്ടി അറക്കുന്ന സ്ഥലങ്ങളിൽ വെച്ചേ ആകാവൂ. ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം നമുക്കൊന്നും തോന്നേണ്ടതില്ല. ഇത് റബ്ബിന്റെ നിയമമാണ്. ആ നിലക്ക് തന്നെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഇങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ അറവ് നടത്തണം. പറഞ്ഞു വന്നത് ബലി റബ്ബിന് വേണ്ടി മാത്രമേ നടത്താവൂ. അങ്ങനെ അള്ളാഹുവിനല്ലാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദർഗകളിൽ ഇങ്ങനെ ആടുകളെയും പോത്തുകളെയും ഉരുക്കളെയും ഒക്കെ അറുക്കുന്ന നേരത്ത് വിശ്വാസികളെ, അള്ളാഹുവിന് അറുക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. റബ്ബിന് വേണ്ടി അറുക്കാനുള്ള ഒരു അവസരമാണ് വരുന്നത്.
അതുകൊണ്ട് റബ്ബിനെ ഞാൻ അറുക്കൂ എന്ന് തീരുമാനിച്ചോ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ അറുക്കൂ എന്ന് തീരുമാനിച്ചോ, അതാണ് എന്റെ റബ്ബ് പറഞ്ഞതെന്നോർത്തോ. 5 നേരങ്ങളിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്ന പ്രതിജ്ഞയും അതാണെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ 5 നേരങ്ങളിൽ നാം എടുക്കുന്ന പ്രതിജ്ഞയോട് കൂറുണ്ടോ എങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി അറുത്തോ. അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അറിവ് ധാരാളമുണ്ട്. നിർബന്ധമായ അറിവുണ്ട്, സുന്നത്തായ അറിവുണ്ട്. ഏതാ നിർബന്ധമായ അറിവ്? ഇപ്പൊ ഒരാള് ഹജ്ജിന് വേണ്ടി പോവുക, അയാള് ഹജ്ജിന് പോകുമ്പോ ആദ്യം അയാള് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച് അയാൾ ഉംറ ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ എന്ന് മീഖാത്തിൽ വെച്ച് പറഞ്ഞ് അയാള് ഉംറയുടെ എല്ലാ മര്യാദകളും പാലിച്ച് കഅബയിൽ ചെന്ന് ഉംറ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഉംറയിൽ നിന്ന് തഹല്ലുലായി പിന്നെ ഹജ്ജ് തുടങ്ങുന്നത് വരെ, അതായത് ദുൽഹജ്ജ് 8 വരെ സാധാരണ ജീവിതം നയിച്ചിട്ട് ദുൽഹജ്ജ് 8-ന് വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഹജ്ജിന്റെ രീതി തമത്തു എന്നാണ് പറയുക. അതിന് തമത്തു എന്നാണ് പറയുക. അങ്ങനെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ആ ഹജ്ജിൽ അയാള് ബലികർമ്മം ചെയ്യൽ നിർബന്ധമായ ഒരു രീതിയാണത്. ഇനിയോ ഹജ്ജിന് പോയൊരു ഹാജി ഹജ്ജിന്റെ നിർബന്ധമായ വല്ല കർമ്മങ്ങളിലും വീഴ്ച വരുത്തുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അയാൾക്കും കഫാറത്ത് എന്ന നിലക്ക് ബലി നിർബന്ധമാണ്. ഇത് നിർബന്ധമായ ബലിയാ. ഇനിയോ സുന്നത്തായ ബലികളുണ്ട് ഒരുപാട്, അല്ലേ? സുന്നത്തായ ബലികൾ ഏതൊക്കെയാ? സുന്നത്തായ അറിവുകൾ ഏതൊക്കെയാണ്? നമുക്കൊരു മോളുണ്ടായി എങ്കിൽ ആ മകളെ തന്നത് അല്ലയല്ലേ, ആ മകനെ തന്നതല്ലയല്ലേ? അതിനുള്ള ശുക്ർ എന്ന നിലക്ക്, അതിനുള്ള നന്ദി എന്ന നിലക്ക് റബ്ബ് തന്ന ഉരുക്കളിൽ നിന്ന്, റബ്ബ് തന്ന കാലികളിൽ നിന്ന് അത് ആ അള്ളാന്റെ മാർഗത്തിൽ നമ്മളൊരു ഉരുവിനെ അറുക്കണം. ഒരു ഉരുവിനെ നമ്മൾ അറവ് നടത്തണം. അതെങ്ങനെയാ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് ജനിച്ചത് ആൺകുഞ്ഞാണെങ്കിൽ അനിൽ ഗുലാമി ശാത്താനി, ജനിച്ചത് ആൺകുഞ്ഞാണെങ്കിൽ 2 ആടിനെയാണ് ബലി നൽകേണ്ടത്. വഅനിൽ ജാരിയത്തി, ഇനി ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ഷാത്തുൻ, 1 ആടിനെയാണ് ബലി നൽകേണ്ടത്. ആടിനെ ബലി നൽകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇസ്ലാമിന്റെ രീതിയും അത് തന്നെയാണ്, നബി തങ്ങളുടെ അമലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആടിനെയാണ് ബലി നൽകേണ്ടത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം ഉണ്ടാകും, ആടിനെ അല്ലാതെ ബലി നൽകിയാൽ അത് കബൂലാകില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനത് പറയാൻ ആളല്ല. പക്ഷേ നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റുന്ന ഒരാള് കുട്ടി ജനിച്ചാൽ ബലി നടത്തേണ്ടത് ആടിനെയാണ്. അക്കാര്യത്തിൽ സംശയം വേണ്ട. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ് ഞാൻ പറഞ്ഞത്. ആൺകുഞ്ഞാണെങ്കിൽ 2 ആടിനെ അറുക്കണം, പെൺകുഞ്ഞാണെങ്കിൽ 1 ആടിനെ അറുക്കാവൂ. അപ്പോഴെന്തേ ആൺകുഞ്ഞിന് 2ഉം പെൺകുഞ്ഞിന് 1ഉം? അതെന്തേ ഇസ്ലാം ഇങ്ങനെ ഈ നിലക്ക് വിഭാഗീയത, ഈ നിലക്ക് പെണ്ണിനെ ഇകഴ്ത്തിയത് എന്താണ്? അത് പെണ്ണിനെ അപമാനിച്ചതല്ല, പെണ്ണിനെ നിന്ദിച്ചതല്ല, സ്ത്രീ സമൂഹത്തെ അനാദരിച്ചതല്ല. മറിച്ച് ഉലമാക്കൾ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ ബാധ്യത പോലെയല്ലല്ലോ പുരുഷൻ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ബാധ്യത. പെണ്ണിനേക്കാൾ ബാധ്യത പുരുഷനുണ്ടല്ലോ. അതുകൊണ്ട് പുരുഷന്റെ ബാധ്യതയെ കണക്കിലെടുത്തുകൊണ്ടാണ് 2 ആടിനെ അറുക്കാൻ പറഞ്ഞത്. അത് പണ്ഡിതന്മാരുടെ വിശദീകരണമാണ്. എന്ത് തന്നെയാണെങ്കിലും നബിതങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. പെണ്ണിനെ അനാദരിച്ചിട്ടില്ല ഇസ്ലാം. പെണ്ണിന് ഒരുപാട് ബഹുമതി കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒരു വിഷയമാണ്. പെണ്ണ് ഏത് മേഖലയിലാണെങ്കിലും സംരക്ഷിക്കപ്പെട്ടവളാണ്. ഉമ്മയാണോ അനാദരിച്ചിട്ടില്ല ഇസ്ലാം, ആദരിച്ചു. മാതാക്കളുടെ കാൽപാദത്തിന്റെ താഴെയാണ് സ്വർഗമെന്ന് പഠിപ്പിക്കപ്പെട്ട മതം, ഇല്ലേ? സഹോദരിയാണോ അവളെ ആദരിച്ചിട്ടുണ്ട്, ഇല്ലേ? അവൾ ഭാര്യയാണോ അവളെ ബഹുമാനിച്ചിട്ടുണ്ട്. കന്യകയാണോ അവളെ ആദരിച്ചിട്ടുണ്ട്. അതല്ല വിവാഹം കഴിഞ്ഞ വിധവയാണോ അവളെ ബഹുമാനിച്ചിട്ടുണ്ട്. ഏത് മേഖലകളിലും ഇസ്ലാം പെണ്ണിനെ ആദരിച്ചു, സുരക്ഷിതത്വം നൽകി. അത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് ആൺകുഞ്ഞാണെങ്കിൽ 2ഉം പെൺകുഞ്ഞാണെങ്കിൽ 1ഉം. അത് ബലിയുടെ അഖീഖയുടെ രൂപം അങ്ങനെയാണ്. ഇത് സുന്നത്തായ ഒരു സംഗതിയാണ്. ഇനി മറ്റൊരു ബലികർമ്മമാണ് നമ്മുടെ മുമ്പിൽ. അതിനുള്ള അവസരമാണ് വരുന്നത്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന ബലികർമ്മം. ആ ഉളുഹിയ്യത്ത് ശക്തമായ സുന്നത്താണ്.
നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ മക്കത്ത് ജീവിച്ചത് 13 കൊല്ലമാണ്. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. മദീനത്ത് നബി തങ്ങൾ ജീവിച്ചത് 10 കൊല്ലമാണ്. അങ്ങനെ അതാ മദീനയിലെത്തിയപ്പോ അഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി അശ്റാ, അവിടുന്ന് മദീനയിൽ 10 കൊല്ലം ജീവിച്ചപ്പോൾ യുളഹി കുല്ല ആം, എല്ലാ വർഷവും ഈ 10 കൊല്ലവും നബി തങ്ങൾ ഉലുഹിയ്യത്ത് നിർവഹിച്ചിട്ടുണ്ട്. 10 കൊല്ലവും നബി തങ്ങൾ ഉലുഹിയ്യത്ത് നിർവഹിച്ചു. 10 കൊല്ലവും അവിടുന്ന് ബലി നൽകി. ശക്തമായ സുന്നത്തല്ലേ? ഒരു കൊല്ലവും നബി തങ്ങൾ ഉപേക്ഷ വരുത്തിയില്ല. ഈ കൊല്ലം ഞാൻ നടത്തുന്നില്ലെന്ന് പറഞ്ഞില്ല. അതിശക്തമായ നിലക്ക് തന്നെ നബി തങ്ങൾ 10 കൊല്ലവും അത് നിർവഹിച്ചിരിക്കുകയാണ്. നോക്കൂ അതിന്റെ ഗൗരവം, ആ സുന്നത്തിന്റെ ശക്തി നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് വിനീതരെ, നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നാണ് പറയുന്നത്. അതൊരു ത്യാഗത്തിന്റെ ചരിത്രമാണ്. ഉലുഹിയ്യത്ത് ത്യാഗത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ, കഷ്ടത സഹിക്കാൻ ഞാൻ ഒരുക്കമാണെന്നതിന്റെ വിളംബരമാണ്. അതാണ് ഉലുഹിയ്യത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. മഹാനായ ഒരു പ്രവാചകന്റെ ത്യാഗത്തിന്റെ ചരിത്രമല്ലേ ഉലുഹിയ്യത്തിലൂടെ നമ്മൾ ഓർക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അതാ തപിക്കുന്ന മനസ്സുമായി, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി റബ്ബിങ്കലേക്ക് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അല്ലാ, എനിക്കൊരു സന്താനത്തെ നീ നൽകണേ അല്ലാ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥന എപ്പോഴും റബ്ബിങ്കലേക്ക് ദുആയാണ്, അല്ലാഹുവിലേക്ക് കൈമലർത്തുകയാണ്. അല്ലാ, ഒരു മോനെ എനിക്ക് തരണേ, സാലിഹായ ഒരു സന്താനത്തെ തരണേ. അങ്ങനെ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞപ്പോ, തൊലികൾക്ക് ചുളിവ് ബാധിച്ചപ്പോ, ജരാനിര ബാധിച്ചപ്പോ, ആ സമയത്തത മാലാകമാര് സന്തോഷ വാർത്തയുമായി വരുന്നു. നിങ്ങൾക്കൊരു മോനെ തരാൻ അല്ലാഹു ഉദ്ദേശിച്ചിരിക്കുകയാണ്. സഹനശീലനായ ഒരു മോനെ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ മഹാനായ ഖലീലുള്ള സന്തോഷിക്കുന്നു. ഒരു കുഞ്ഞു ജനിക്കുന്ന സന്തോഷം നിങ്ങൾ നോക്കൂ. അങ്ങനെ ആ മോനങ്ങ് പിറക്കുന്നു, ആ മോനങ്ങ് വളരുന്നു, കൂടെ നടക്കാൻ പ്രായമാകുന്നു. ഏതൊരു പിതാവിന്റെ മനസ്സും വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, ഏതൊരു മാതാവിന്റെ മനസ്സിനും കൺകുളിർമ നൽകുന്ന കാലഘട്ടം, തന്റെ കുഞ്ഞ് തന്നോടൊന്ന് സംസാരിക്കാൻ പ്രായമാകുന്ന കാലഘട്ടം, തന്റെ കൂടെ ഒന്ന് നടക്കാൻ കാലമാകുന്ന പ്രായം, അത് വല്ലാത്തൊരു കാലം തന്നെയാണ്. പിതാക്കളുടെ മാതാക്കളുടെ മനസ്സിൽ കൺകുളിർമ തളം കെട്ടിയൊഴുകുന്ന കാലഘട്ടമാണ്. അങ്ങനെ ആ പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. എന്താണ് കൽപ്പനയെന്നോ? കൂടെ കൈപിടിച്ച് നടക്കാൻ പ്രായമായ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഇബ്രാഹിമേ ഒരുക്കമാണോ? ഇബ്രാഹിമേ തയ്യാറാണോ? അതേ റബ്ബിന്റെ കൽപ്പനയല്ലേ, ധിക്കരിക്കാൻ പറ്റില്ലല്ലോ, പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, ചെയ്യാൻ ഒരുക്കമില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാ കുഞ്ഞുമോനെ വിളിക്കുന്നു, മോനെ അല്ല തന്ന കൽപ്പന ഇതാണ്, മോൻ തയ്യാറാണോ? ഉപ്പാ ഞാൻ ഒരുക്കമാണ്. ഒരു മോനും ഒരു പിതാവിനോടും പറയാത്ത വർത്തമാനം, ഞാൻ ഒരുക്കമാണ് എൻ്റെ ഉപ്പാ, നിങ്ങൾ എൻ്റെ കൈപിടിച്ചു നടന്നോ, നിങ്ങളുടെ കൂടെ ഞാൻ വരാം. ഞാൻ ഓടാൻ ഒരുക്കമല്ല, ഞാൻ ഓടിയൊളിക്കാൻ തയ്യാറില്ല. അതാ വാത്സല്യനിധിയായ പിതാവിന്റെ കൈപിടിച്ചിട്ട് കത്തിയും കയറുമായി മിനായിലെ മലമടക്കുകളിലേക്ക് ഒരു പ്രവാചകൻ, ഒരു ഉപ്പ തന്റെ പിഞ്ചോമന പൈതലിന്റെ കൈപിടിച്ച് നടന്നു പോകുന്ന രംഗം ചിന്തിക്കാനാകുമോ നിങ്ങൾക്ക്? ഒരു പിതാവിന് ആലോചിക്കാനാകുമോ? പരീക്ഷണമാണ്, അതിശക്തമായ പരീക്ഷണമാണ്, ആത്മസമർപ്പണത്തിന്റെ പരീക്ഷണമാണ്. അതാ കുഞ്ഞുമോന്റെ മുഖത്തു നോക്കി ചെരിച്ചു കിടത്തി കത്തിയങ്ങ് വെക്കാൻ ഒരുങ്ങുമ്പോ അതാ റബ്ബിന്റെ വിളംബരം ഖുർആൻ പറയുന്നു, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദിബ്ഹിൻ നദീം. അതാ വനാദൈനാ, നാം അങ്ങ് വിളിച്ചു, അവിടെ വെച്ച് നാം അങ്ങ് വിളിച്ചു പറഞ്ഞു, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, ഖദ് സദ്ദഖത الرؤيا, സ്വപ്നം സാക്ഷാത്കരിച്ചു ഇബ്രാഹിമേ, സ്വപ്നത്തിൽ വിജയിച്ചു ഇബ്രാഹിമേ, പരീക്ഷണത്തിൽ വിജയിച്ചു ഇബ്രാഹിമേ. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ്
നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇതങ്ങ് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇതെന്തൊരു വ്യക്തമായ പരീക്ഷണം, ഇത് ശക്തമായ പരീക്ഷണം തന്നെ. മാലിക്കുൽ മുലൂക്കിന്റെ വർത്തമാനമാണ്. അതായിനി മോനെ അറുക്കേണ്ടതില്ല, പിഞ്ചോമന പൈതലിനെ അറുക്കേണ്ടതില്ല. വഫദൈനാഹു ബിദിബിഹിൻ നദീം. പകരം ഒരു ഉരുവിനെ, ഒരു ബലിമൃഗത്തെ നാം പകരമായി നൽകി. അങ്ങനെ ആ ബലിമൃഗത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം ബലിയറുത്തു. അന്ന് മുതൽ മുസ്ലിം ലോകം ഈ ഒരു കർമ്മത്തിന് കൽപ്പിക്കപ്പെട്ടു. പ്രവാചകൻ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ത്യാഗത്തിനൊരുക്കമാണോ മുസൽമാനെ? നിന്റെ മകനെ പിടിച്ചറുക്കാൻ നിന്റെ റബ്ബ് പറഞ്ഞില്ല. മറിച്ച് നിനക്ക് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ നീ സമ്പാദിച്ച ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ഉരുവിനെ ദിവസങ്ങൾ എടുത്ത് തെരഞ്ഞെടുത്ത് നല്ല സുന്ദരമായ, കാണാൻ പറ്റുന്ന, കുഴപ്പങ്ങളും അംഗവൈകല്യങ്ങളും ഒന്നുമില്ലാത്ത നല്ല ഒരു ഉരുവിനെ തെരഞ്ഞെടുത്തിട്ട് റബ്ബിന് വേണ്ടി ത്യാഗം സഹിക്കാൻ നീ ഒരുക്കമാണോ എന്ന ചോദ്യമാണ് ബലിയിലൂടെ മുസ്ലിം ലോകത്തോട് അല്ലാഹുവിന്റെ ചോദ്യം. ഒരുക്കമാണോ നമ്മൾ? ഒരുക്കമാണോ? ഒരു ഷെയർ ചെയ്യാനല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്, അത് കഴിയാത്തവനുള്ളതാണ്. ഒറ്റക്കറുക്കാൻ കഴിയാത്തവനാണ് ഒരു ഷെയർ ഉള്ളത്. നമുക്ക് തനിച്ച് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ഉരുവിനെ കൊടുത്ത്, ഒരു ഉരുവിനെ നേരത്തെ തന്നെ വാങ്ങിയിട്ട് അതിന് വെള്ളം കൊടുത്ത്, പുല്ല് കൊടുത്ത്, അതിന് ആവശ്യമായത് കൊടുത്ത്, അതിന്റെ മുഖത്ത് നോക്കി അതിന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന ത്യാഗമില്ലേ, ആ ത്യാഗത്തിനൊരുക്കമാണോ? അതാണ് ഇസ്ലാം. ആത്മസമർപ്പണത്തിന്, ത്യാഗത്തിന് ഒരുക്കമാണോ എന്ന ചോദ്യം. ഒരുക്കമല്ലെങ്കിൽ നീ ജുമഅക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നീ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിന് തയ്യാറില്ലാത്തവർ പെരുന്നാളിന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. ഹബീബിന്റെ വർത്തമാനമാണ്, മൻ കാന ലഹു സഅ, ഒരാൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് ഫലം യുളഹി, അവൻ ഉളുഹിയ്യത്ത് നിർവഹിക്കുന്നില്ലെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫലാ യഖ്റുബന്ന മുസല്ലാനാ, ഫലാ യഖ്റുബന്ന മുസല്ലാനാ, നമ്മുടെ മുസല്ലയിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിന് അവൻ വരേണ്ടതില്ല. നമ്മുടെ മുസല്ലയിലേക്ക് പെരുന്നാൾക്ക് അവൻ വരേണ്ടതില്ല. അപ്പൊ ത്യാഗത്തിന് തയ്യാറാകണം. അതുകൊണ്ട് ഒരുങ്ങണം. ഈ ഖുത്ബ ശ്രവിക്കുന്ന ഓരോ സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോ ഒരു ഉരുവിനെ വാങ്ങാൻ അത്ര കൂടുതൽ കാശൊന്നും വേണ്ട. ഈ ജുമാ കേൾക്കുന്ന, ഈ ഖുത്ബ, ഈ ജുമയിൽ പങ്കെടുത്ത സഹോദരന്മാരിൽ ഒരു 80% ആളുകളും ഞാൻ വിശ്വസിക്കുന്നു ഒരു ഉരുവിനെ സ്വയം അറുക്കാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമുക്ക് ആ ത്യാഗത്തിനൊരുക്കമാണോ? നമ്മൾ ത്യാഗത്തിനൊരുക്കമാണോ? ഇല്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, ദയവ് ചെയ്ത് ആരും മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് അള്ളാഹ്ക്ക് വേണ്ടി അറുക്കാൻ, ത്യാഗം ചെയ്യാൻ, അങ്ങനെ സ്വർഗത്തിലേക്ക് ത്യാഗീ വര്യന്മാരായ സഹാബിമാര് കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും കടന്നു പോകാൻ അവസരം കിട്ടണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായി വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു കാര്യം ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്തെ ഖുതുബയിൽ ജുമഅക്ക് പല ആളുകളും നേരം വൈകിട്ടാണ് എത്തുന്നത്. പലപ്പോഴും അശ്രദ്ധയിൽ അകപ്പെട്ടത് കൊണ്ടാകാം, അതോ തിരക്കുകളാണെന്നോ അറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കാര്യമായ മാറ്റമുണ്ടാകണമെന്ന് ഓരോരുത്തരെയും വളരെ സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. ഖുതുബ തുടങ്ങുന്നതിന് മുൻപെങ്കിലും ഇവിടെ എത്തണം എന്ന് ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. നമ്മൾ ഉലുഹിയ്യത്ത് നിർവഹിക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചുരുങ്ങിയ നിലക്കൊന്ന് മനസ്സിലാക്കണം. ആട്, മാട്, ഒട്ടകങ്ങളിൽ നിന്നാണ് ഉലുഹിയ്യത്ത് നിർവഹിക്കേണ്ടത്. ആടാകാം, ഒട്ടകമാകാം, മാടുവർഗമാകാം. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പ്രായമാകണം. മാടുവർഗമാണെങ്കിൽ 2 വയസ്സാണ് അതിനുള്ള പ്രായം, അതുമുതൽ അങ്ങോട്ടാകാം. ആടുവർഗമാണെങ്കിൽ 1 വയസ്സ് തികഞ്ഞതാകണം.
ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ ഒരാൾക്ക് മാത്രമേ അറുക്കാൻ പറ്റൂ. ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയായി ഒരാൾക്ക് ഒരു ആടിനെ അറുക്കാം. അതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഒട്ടകവും മാടുവർഗവുമാണെങ്കിൽ 7 പേർക്ക് വരെ മാക്സിമം കഴിയൂലെങ്കിൽ, സ്വന്തം അറുക്കാൻ കഴിയൂലെങ്കിൽ 7 പേർക്ക് വരെ അതിൽ പങ്കാളികളാകാം, ഷെയർ ചെയ്യാം. 7 പേർക്ക് വരെ എന്ന് പറഞ്ഞാൽ 7 ആളാകണമെന്ന് നിർബന്ധമില്ല, അതിൽ ചുരുങ്ങിയതും ആവാം, മാക്സിമം 7 പേർക്ക് വരെ. പക്ഷെ സ്വന്തമായി അറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ആരാണോ ഉദുഹിയത്ത് നിർവഹിക്കുന്നത് അയാൾ തന്നെ അതിൻ്റെ ആ ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കലാണ് ഏറ്റവും പുണ്യമുള്ള കാര്യം. ഇനി അയാൾ സ്ഥലത്തില്ലെങ്കിൽ വേറെ ഒരാളെ അയാൾക്ക് ഏൽപ്പിക്കാം, അതിന് കുഴപ്പമില്ല. അറുക്കുന്ന സമയത്ത് ഉദുഹിയത്ത് നിർവഹിക്കുന്ന ആൾ അതിൻ്റെ അടുത്തൊന്ന് സന്നിഹിതമാകുക എന്നത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. അറുക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദുഹിയത്ത് നിർവഹിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ നാമത്തിൽ. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദിൽ നിന്നും മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും ഈ ബലി നീ സ്വീകരിച്ചാലും എന്ന് പറയാം. അപ്പൊ നമ്മൾ അറുക്കുന്നതെങ്കിലോ അബ്ദുറഹ്മാൻ അറുക്കുന്നതെങ്കിലോ അബ്ദുറഹ്മാൻ അറുക്കുന്ന നേരത്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിൻ അബ്ദുറഹ്മാൻ, ഈ അബ്ദുറഹ്മാനിൽ നിന്ന് അല്ലാഹുവേ ഇത് നീ കബൂലാക്കിയാലും എന്ന് പറഞ്ഞുകൊണ്ട് അറവ് നടത്തൽ സുന്നത്താണ്. ഹദീസുകളിൽ അതിന് തെളിവ് നമുക്ക് കാണാം. ഇനിയോ അത് നിർവഹിച്ചു എന്ന് വരുത്തി തീർക്കാൻ ഏതെങ്കിലും ഒരു ഉരുവിനെ നമുക്ക് അറുക്കാൻ പറ്റുമോ? പറ്റുകയില്ല. 4 ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട ഉരുവിനെ മാത്രമേ ഉളുഹിയത്ത് നിർവഹിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ ന്യൂനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ലാ തുജ്സിഉ ഫിൽ അലാഹി, 4 ഇനം മൃഗങ്ങളെ ഉളുഹിയത്തിന് പറ്റുകയില്ല. ഒന്നാമത്തെ ന്യൂനത അൽ ഔറാഉൽ ബയ്യിനു അവറുഹ, കണ്ടാൽ തന്നെ വളരെ കൃത്യമായും അതിന് ന്യൂനതയും അതിന് കുഴപ്പവുമുണ്ടെന്ന് കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. അങ്ങനെയുള്ള മൃഗങ്ങളെ അതിന് പറ്റുകയില്ല. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു വൽ മരീളത്തുൽ ബയ്യിനു മറലുഹ, വളരെ വ്യക്തമായ രോഗമുള്ള മൃഗങ്ങളെയും അതിന് പറ്റുന്നതല്ല. ഒരുപക്ഷെ നമ്മൾ അറുക്കുന്ന ഉരുവിന് അകത്ത് വല്ല രോഗം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. പക്ഷെ പ്രത്യക്ഷത്തിൽ തന്നെ നോക്കിയാൽ ഇത് രോഗിയാണെന്ന് നമുക്ക് ബോധ്യമാകും. അത് നമുക്ക് പറ്റുന്നതല്ല. മൂന്നാമത് പറഞ്ഞു വൽ അർജാഉൽ ബയ്യിനു അർജുഹ, അതായത് കയ്യോ കാലൊക്കെ ഒടിഞ്ഞ് ന്യൂനത വന്ന ഒരു ഉരുവിനെയും അതിന് പറ്റുകയില്ല. നാലാമത് പറഞ്ഞു വൽ കസീറത്തുല്ലത്തി ലാ തുൻഖി, മെലിഞ്ഞൊട്ടിയ മാംസമില്ലാത്ത ഒരു സാധനം, അതിനെയും നമുക്ക് ഉലൂഹിയത്തിനായി പറ്റുകയില്ല. ഈ 4 ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ടതേ പറ്റൂ. അങ്ങനെ അതിനെ അറുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 3, 4 ഒക്കെ ഉരുക്കളുണ്ടാവും, മൃഗങ്ങളുണ്ടാവും, ചിലപ്പോൾ ഒരു മഹലിൽ അല്ലെങ്കിൽ അതിലധികം ഉണ്ടാവും. അപ്പോൾ മറ്റൊരു മൃഗത്തെ കാണിച്ചുകൊണ്ട് മറ്റൊന്നിനെ അറുക്കുന്ന രീതി നമ്മൾ മാറ്റണം. അത് നമ്മൾ ചെയ്തുകൂടാ, അത് വലിയ പാപമാണ്. ഒന്നിങ്ങനെ നോക്കി നിൽക്കുക, അതിൻ്റെ മുമ്പിലിട്ട് മറ്റൊന്നിനെ അറുക്കുക. കാരണം അറുക്കുന്ന ആൾ ചിലപ്പോൾ ഒരാളഞ്ഞിരിക്കും, അയാൾ ആദ്യം ഒന്നിനെ അറുത്തിട്ട് വേണ്ടി വരും മറ്റതിനെ അറുക്കാൻ. അപ്പം ഇങ്ങനെ മറ്റതിനെ കാണിച്ചിട്ട് ഇങ്ങനെ അറുക്കുന്ന രീതി പാടില്ല. ഇസ്ലാം ആ മേഖലകളിലൊക്കെ കണിശമായ നിയമമാണ്. അറുക്കുമ്പോൾ പോലും നിങ്ങൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് അതിവേഗതയിൽ അറുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ മേഖലയിൽ പോലും ഇഹ്സാൻ ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അത് സൂക്ഷിക്കണം, നമ്മൾ വളരെ ഗൗരവമാണ്. അതേപോലെ ഇനി അത് അറുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വിഹിതിക്കേണ്ടത്? അതും ഇസ്ലാം വളരെ കൃത്യമായി ആ വിഷയത്തിൽ നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം, അതിൻ്റെ ഉടമസ്ഥർ അതിൽ നിന്ന് ഭക്ഷിക്കണം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, പാവപ്പെട്ട പരവശരായ സാധുക്കളെ അതിൻ്റെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് ഉദുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് അതിൻ്റെ വിഹിതത്തെ അതല്ലെങ്കിൽ അത് ഓഹരി വെക്കേണ്ടതിൻ്റെ അത് ഭക്ഷിപ്പിക്കേണ്ടതിനെ സംബന്ധിച്ച് പറഞ്ഞത്. വേറെ നിയമങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ വിഹിതിക്കേണ്ടത് സംശയം വരും. മഹാന്മാരായ മുൻഗാമികൾ അതിനെ സാധാരണ വിഹിതിച്ചിരുന്നത് അയ്യജഅലഹ അത്ലാസൻ, ഉദുഹിയ്യത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ മാംസം 3 വിഹിതമാക്കും അവർ. എന്നിട്ട് ഫയജ്അലു സുലുസൻ ലിനഫ്സിഹി, 1/3 അതിൽ 1 ഭാഗം തനിക്ക് വേണ്ടി മാറ്റിവെക്കും, തൻ്റെ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. വസുലുസൻ ഹദിയത്തൻ ലിൽ അഗ്നിയായി, അതിലെ 1/3 മറ്റൊരു ഭാഗം
സമ്പന്നർക്ക് സമ്മാനമായി കൊടുക്കാൻ വേണ്ടി അവർ നീക്കിവെക്കുമായിരുന്നു. അതേപോലെ വസൂലുസൻ സ്വദഖത്തൻ ലിൽ ഫുഖറായി, മറ്റൊരു ഭാഗമുണ്ടല്ലോ, അത് സാധുക്കൾക്ക് ദാനമായും അവർ നിർവഹിക്കുമായിരുന്നു. ഇങ്ങനെ മൂന്നായി അതിനെ വിഹിതിക്കും. എന്നാൽ വലാ യുഅ്തൽ ജസാറ മിൻ ലുഹ്മിഹാ ശൈഅൻ കഅജ്രിൻ, കൂലി കൊടുക്കാൻ കശാപ്പുകാരന് മാംസം കൊടുക്കാൻ പാടില്ല, അതല്ലെങ്കിൽ അതിൻ്റെ തോല് വിറ്റിട്ട് കൂലി കൊടുക്കുന്ന ഏർപ്പാട് അത് പറ്റുകയില്ല. നബി തങ്ങൾ പറഞ്ഞു, മൻ ബാഅ ജൽദ ഉലുഹിയ്യതിഹി ഫലാ ഉലുഹിയ്യത ലഹു, ആരെങ്കിലും തൻ്റെ ഉലുഹിയ്യത്ത് നിർവഹിച്ച ഉരുവിൻ്റെ ആ തൊലി വിറ്റിട്ട് അത് വിറ്റുകൊണ്ട് കൂലി കൊടുക്കുകയാണെങ്കിൽ അവന് ഉലുഹിയ്യത്തേ ഇല്ല, അത് കബൂലാകുകയില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ സൂക്ഷിക്കുക. അപ്പം എങ്ങനെയൊക്കെയാണ് അത് വിഹിതിക്കേണ്ടത്? ഇനി അറുക്കുന്ന ആള് അറുക്കാൻ നിങ്ങൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസം 1-ാം തീയതി ആയാൽ പിന്നെ അവൻ്റെ നഖമോ മുടിയോ അവൻ കട്ട് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പാകാം. ദുൽഹിജ്ജ മാസം പിറന്നാൽ നഖമോ മുടിയോ അവൻ കട്ട് ചെയ്യാൻ പാടില്ല. നബി തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ വ അറാദ അഹദുക്കും അൻ യുദഹിയ, നിങ്ങൾ ഉലുഹിയ്യത്ത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫല്യുംസിക് അൻ ശഅരിഹി, അവൻ്റെ മുടി അവൻ പിടിച്ചു നിർത്തട്ടെ, വ അലുഫാരിഹി, അവൻ്റെ നഖങ്ങളും പിന്നീട് അവൻ കട്ട് ചെയ്യാനും പാടുള്ളതല്ല. അത് നബി തങ്ങൾ പഠിപ്പിച്ചൊരു നിയമമാണ്. അതുപോലെ തന്നെ നമ്മൾ നിർവഹിക്കണം. അവിടെയും താടിനെ കുറിച്ച് പറഞ്ഞില്ല കേട്ടോ, താടിനെക്കുറിച്ച് പറഞ്ഞില്ല, മുടിനെയും നഖത്തെക്കുറിച്ചാണ് പറഞ്ഞത്. താടി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത് മുസ്ലിമിൻ്റെ അടയാളമാണ്, അത് വേറെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ. ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ആ മഹനീയമായ കർമ്മത്തിനൊരുങ്ങണം. അതൊരു വിപ്ലവമായിരിക്കട്ടെ. ഈ വർഷം ഞാനത് നിർവഹിക്കുമെന്ന ഒരു പ്രതിജ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ. അതിന് അല്ലാഹു അർഹമായ പ്രതിഫലം നമുക്ക് തെരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ അപരാധങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആകസ്മിക മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا أجرنا من النار ربنا أجرنا من النار ربنا أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر المؤمنين في كل مكان أينما كانوا من مشارق الأرض إلى مغاربها اللهم تقبل صالح أعمالنا اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر اللهم إنا نسألك الفوز بالجنة والنجاة من النار اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا حاجة إلا قضيتها ويسرتها يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة